ആഗ്രഹിക്കുകയാണ്. കാരണം 1.5 ആഴ്ച മുമ്പ് എൻ്റെ കൂട്ടായ്മയിലുള്ള 2 സഹോദരിമാർ എന്നെ സമീപിക്കുകയും ഒരു മനോഹരമായ ക്രിസ്ത്യഭക്തിഗാനം ആലപിക്കാമെന്ന് എന്നോട് ചോദിക്കുകയും ഞാൻ അവർക്ക് വാക്കുകൊടുക്കുകയും അവരതിന് പ്രകാരം ഒരു നല്ല പാട്ട് എഴുതി എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ പാട്ട് പാടി മുഴിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഒരു ലൈൻ ഒപ്പിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ വരി തെറ്റിപ്പോകും. അപ്പോൾ അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ട ഈ പാട്ട് പാടി റിഹേഴ്സൽ നടത്തണമെന്ന് എൻ്റെ വീട്ടിലുള്ള എൻ്റെ കൊച്ചുമക്കളും ഭാര്യയും എല്ലാവരും കൂടി എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള പ്രതികരണം എൻ്റെ ഭാര്യ പറഞ്ഞു, ആ കുഴപ്പമില്ല, തട്ടിമുട്ടി പാടാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ ഒരാൾ പറയുവാണ്, ഇത് മൂർച്ചയില്ലാത്ത വിഷയങ്ങൾ കൊണ്ട് കടിയിറക്കുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് പപ്പ ഈ പരിപാടിക്ക് പോകണ്ടാകുന്നു. ഒരു കൊച്ചു പറഞ്ഞു, കുഴപ്പമില്ല, സാധാരണ തട്ടിക്കോളം. എന്തായാലും ഞാൻ അതിൽ നിന്നെല്ലാം പിന്മാറി വേറൊരു പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. പാട്ടെന്ന് പറയാൻ പറ്റിയില്ല. ഒരു കൃഷി സമ്പ്രദായത്തെ പറ്റിയുള്ള പരിപാടിയാണ് ഞങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഒരു ഏതാണ്ട് പത്രത്തിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മുടെ സർക്കാർ നമുക്ക് ഈ മനോരമ മാസികയുടെ പുറം പേജിലും അതുപോലെ തന്നെ കൃഷിഭവൻ മുഖേനയൊക്കെ അല്പസ്വല്പം വിത്തുകളൊക്കെ തരികയില്ലേ. അപ്പോൾ ഒരാഴ്ച മുമ്പ് തരുന്ന നമ്മുടെ കിട്ടുന്നത്. അപ്പോൾ കുരിപ്പിച്ചതായിരിക്കും, ചിലപ്പോൾ കുരിപ്പിക്കാത്തതായിരിക്കും, അങ്ങനെയൊക്കെ തന്ന് ഒരു പുറം പച്ചക്കറി ഓണത്തിനുണ്ടാക്കണമെന്നാണ് നമുക്ക് ധന്മളകൾ സാധിക്കുക ഒരു പുറം പച്ചക്കറി ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ചെറിയ പാട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പാട്ടെന്ന് പറഞ്ഞാൽ പാട്ടല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നെൽകൃഷി, പുൽകൃഷി, ഏലകൃഷിയും പാവല്, കോവല്, തേയില, വാഴ, നടുകില, വഴുകില, പടവളക്കമര, നാരക, ജീരക, തൂവര, കള്ളി, കപ്പര, കപ്പാറ, കാപ്പി, പുഞ്ചയൊരുപ്പ, മഞ്ഞപ്പുല്ല്, തെങ്ങുക, മുങ്ങ, മുരിങ്ങ, കിഴങ്ങ്, കാറ്റില് കോർക്ക, ശർക്കര, കൂവ, പാവൽ കൃഷിയും വേവൽ കൃഷിയും കാലിക്കൃഷിയും കോഴിക്കൃഷിയും പാട്ടക്കൃഷിയും കോട്ടക്കൃഷിയും പലവക നിങ്ങൾ പരിപാലിപ്പോ. പിന്നെ ഞാൻ സ്വന്തമായി എഴുതിക്കൊണ്ട് വന്ന 2-3 ലൈൻ ഈ ഇതുകൊണ്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബംഗാളിക്കും മലയാളി എന്നുള്ള ഒരു ഒറ്റ സംവാദമാണ്. അത് ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിക്കുക. എവിടെ തിരിഞ്ഞാലും ബംഗാളി, മുക്കിലും മൂക്കിലും ബംഗാളി, ബംഗാളി ഇങ്ങനെ കേരളം കാരണം മലയാളി. പെട്രോൾ പമ്പിലും ബംഗാളി, കെട്ടിക്കടയിലും ബംഗാളി, ബംഗാളി ഇങ്ങനെ തിങ്ങിനിറയുവാൻ കാരണം നമ്മൾ മലയാളി. കട്ടുകടയിലും ബംഗാളി, പിന്നെ പുട്ടുകടയിലും ബംഗാളി. ഹിന്ദി പഠിച്ചില്ല മലയാളി, മലയാളം പഠിച്ചില്ല ബംഗാളി. ഹിന്ദി പഠിച്ചില്ല മലയാളി, മലയാളം പഠിച്ചില്ല ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങിനിറയുവാൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങിനിറയുവാൻ കാരണം നമ്മൾ മലയാളി. കൊയ്ത്തിനും പാടത്തും ബംഗാളി, കൽപ്പണിക്കാരനും ബംഗാളി. എവിടെ പിരിഞ്ഞാലും ബംഗാളി, തെക്കിലും മുക്കിലും ബംഗാളി. ബാർബറിലേറെയും ബംഗാളി, ബാർബറിലേറെയും ബംഗാളി. തെങ്ങിങ്ങൾ കയറും ബംഗാളി, തെണ്ടി നടക്കുന്നു മലയാളി. തെങ്ങിങ്ങൾ കയറും ബംഗാളി, തെണ്ടി നടക്കുന്നു മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങിനിറയുവാൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങിനിറയുവാൻ കാരണം നമ്മൾ മലയാളി. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വർഷങ്ങൾ മുമ്പ് പഠിച്ചു വെച്ചതാണ്. ആരെപ്പറ്റിയും ദുഷ്പ്രചരണമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കരുതരുത്. ഞാനൊരു പാട്ടോടെ പാടാം. ആരെപ്പറ്റിയോ അല്ല, അങ്ങനെ വ്യക്തിഹത്യ ചെയ്ത പരിപാടിയൊന്നുമല്ല. അപ്പം അതുകൊണ്ട് നന്മ നിറഞ്ഞാക്കുവേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്തുകൊണ്ടെന്നാൽ നീ പത്മത്തെ കൊണ്ട് ഉല്ലാസം ചെയ്തു. തൃശ്ശൂരിൽ നീ കുഴപ്പമുണ്ടാക്കി 5-6 പേരെ ഇരുത്തി വീഴ്ത്തി. നീ കടിതപ്പിപ്പോയി, എന്നിട്ട്
സംഭവം കൊണ്ട് ഞാൻ ആണായി പുറത്തൊക്കെ സമ്പാദിച്ചു. എന്നെ കണ്ടാൽ കിരീടം തോന്നും, നിന്നെ കണ്ടാലോ കിരീടമില്ലാത്ത രാജാവ് പോലെ. എന്തിനെ